ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി റസൂലിക സയ്യിദിനാ മുഹമ്മദ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ പിഞ്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. രോഗങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു ശിഫാവ് നൽകുമാറാവട്ടെ. കടങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിതനാക്കുമാറാവട്ടെ. കടങ്ങളൊക്കെ വീട്ടി റാഹത്തോടു കൂടി ജീവിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ. പരിശുദ്ധമായ മുഹറം മാസത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മുഹറം മാസത്തിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. പരിശുദ്ധമായ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒന്ന് രണ്ട് സൂറത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എൻ്റെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഒരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ ഇന്നും അവസാന നാൾ വരെ നിലനിൽക്കുന്നതുമാണ്. എല്ലാവർക്കും അറിയാം. ആ പരിശുദ്ധമായ ഖുർആനിലെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണല്ലോ സൂറത്ത് യാസീൻ. അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ആരെങ്കിലും ഒരാൾ നമ്മൾ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയാണെങ്കിൽ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്ത പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത്. ഒരു യാസീൻ ആരെങ്കിലും ഓതിയാൽ അവന് ഖുർആൻ മുഴുവനായി ഓതിയ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. 10 പ്രാവശ്യം ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലം ഒറ്റ പ്രാവശ്യം യാസീൻ ഓതിയാൽ കിട്ടുന്നതെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതലായൊന്നും പറയേണ്ടതില്ലല്ലോ. മുത്തുമുഅ്മിനീങ്ങളെ, ഒരു പ്രാവശ്യം യാസീൻ ഓതിയാൽ 10 പ്രാവശ്യം ഖുർആൻ ഓതിയതിൻ്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനിക്ക് രേഖപ്പെടുത്തുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വല്ലവനും രാവിലെ യാസീൻ പാരായണം ചെയ്യുകയും അവൻ്റെ ആവശ്യങ്ങൾ മുൻനിർത്തി അവൻ്റെ ഉദ്ദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ആരെങ്കിലും യാസീൻ ഓതിയാൽ സമർപ്പിക്കുകയും അല്ലാഹുവിലേക്ക് സമർപ്പിക്കുകയും ചെയ്ത് അവൻ ദുആ ചെയ്താൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതാണ്, നിറവേറ്റപ്പെടുന്നതാണെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്. വല്ലവനും ആരെങ്കിലും യാസീൻ സൂറത്ത് രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം ഓതിയാൽ അവന് എന്ത് ആഗ്രഹമാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങൾ അവന് നിറവേറ്റപ്പെടുന്നതാണെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വേണ്ടി പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ യാസീൻ പാരായണം ചെയ്ത് നാം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നതിൻ്റെ തെളിവാണിത്. അതുകൊണ്ടാണ്
മരിച്ചവരുടെ പരലോകക്ഷേമത്തിനു വേണ്ടിയും യാസീൻ ഓതി നാം പ്രാർത്ഥിക്കുന്നത് അത് സ്വീകരിക്കപ്പെടുന്നതും നാം ഉദ്ദേശിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്നതുമാണ്. മരിച്ചവർക്ക് വേണ്ടി നമ്മൾ യാസീൻ ഓതിയാൽ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്താൽ അത് അവരിലേക്ക് എത്തുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പിന്നെ ഉള്ളത്, ഒരു മനുഷ്യൻ ഒരാൾ മരിച്ചാൽ അവന് അവശേഷിക്കുന്ന വെറും 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, അവൻ പഠിച്ച ഉപകാരപ്രദമായ അറിവ്, അത് അവൻ മരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ലഭിക്കുന്നതാണ്. രണ്ടാമത്തേത് സ്വീകാര്യമായ ദാനധർമ്മം, അത് അവനിക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്നതാണ്. അതുപോലെ സ്വാലിഹത്തായ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹത്തായ മക്കൾ, അതും അവനിക്ക് നാളെ പരലോകത്ത് ഉപകരിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹത്തായ മക്കളാക്കി തരുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു ചേർക്കുമാറാവട്ടെ. മക്കൾ തൻ്റെ രക്ഷിതാക്കളുടെ ഗുണത്തിന് വേണ്ടി യാസീൻ ഓതി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലുള്ള പ്രാർത്ഥനയും പ്രാർത്ഥിച്ച മകനും അദ്ദേഹത്തിന് ഒരു മുതൽക്കൂട്ടായി അതേ ആൾക്ക് നിർബന്ധമായും ലഭിക്കുന്നതാണ്. അതായത് പ്രാർത്ഥിച്ച മകനുക്കും ആ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാപിതാക്കൾക്കും അതിൻ്റെ കൂലി ലഭിക്കുന്നതാണെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുപോലെ യാസീൻ ഖുർആനിൻ്റെ ഹൃദയമായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം സൂക്ഷിച്ചു വെക്കുകയും ഒഴിവ് സമയങ്ങളിൽ അത് ഉരുവിടുകയും വേണം. രാവിലെയും വൈകുന്നേരവും ഓതിയാൽ ആ ദിവസം ഗുണകരമാവാൻ അവനിക്ക് അത് മതി. നമ്മൾ യാസീൻ കാണാതെ പഠിച്ചവരായിരിക്കും പലരും. അത് നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മളതിനെ കുറിച്ച് അത് എപ്പോഴും നമ്മൾ ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ ഓതുക. അത് അവനിക്ക് ഉപകാരപ്രദമാവും എന്നാണ് ഹബീബുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. ദിവസവും അവനിക്ക് ഗുണമായിരിക്കും. പക്ഷേ ഈ കാര്യം അത്രയധികം ആളുകൾ ശ്രദ്ധിക്കാറുണ്ടാവുകയില്ല. പലരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് അത് മനഃപ്പാടമുള്ളവർ തന്നെ കുറവുമായിരിക്കും. ഈ കാലഘട്ടത്തിൽ യാസീൻ മനഃപ്പാടമുള്ളവർ വളരെ കുറവായിരിക്കും. ഇന്നൊക്കെ പല സ്ഥലങ്ങളിലും മരണ വീട്ടുകളിലൊക്കെ ചെന്നാൽ, ഓരോ പരിപാടികൾ ഒക്കെ ചെന്നാൽ യാസീൻ ഓതുമ്പോൾ മൊബൈലിൽ നോക്കിക്കൊണ്ടാണ് പലരും യാസീൻ ഓതുന്നത്. ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. നമ്മളൊക്കെ യാസീൻ ഇൻഷാ അല്ലാഹ് മനഃപ്പാടമാക്കാൻ ശ്രമിക്കുക. മദ്രസകളിൽ നിന്ന് പഠിച്ചിരുന്നവർ പോലും ഉപയോഗമില്ലാത്തത് കാരണം അത് മറന്നുപോയ അവസ്ഥയിലാണ് ഇന്ന് ഉള്ളത്. ദുഃഖകരമായ അവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. പലരും മദ്രസയിൽ നിന്ന് പഠിച്ചവരായിരിക്കും. അതെല്ലാം ഇപ്പോൾ ഉപയോഗമില്ലാതെ നമ്മുടെ മക്കളൊക്കെ മദ്രസയിൽ നിന്ന് യാസീൻ പഠിച്ചവരായിരിക്കും. അവരൊക്കെ ഇന്ന് മറന്നുപോയി. അതൊന്നും നമ്മളെ വീടുകളിൽ നിന്ന് ഓതാത്തതിൻ്റെ പേരിൽ ഒക്കെ എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും. മക്കളൊക്കെ നമ്മളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
മരണപ്പെട്ടവർക്കും അല്ലാത്തവർക്കും പാപമോചനത്തിന് വളരെ ഉപകാരപ്രദമാണ് ഇത് എന്ന് ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ മരണമാസന്നമായവരുടെ അടുത്ത് നിന്ന് യാസീൻ ഓതിയാൽ അത് അയാൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുകയാണ്, മരണമാസന്നമായി കിടക്കുന്ന രോഗിയാണ്, അവൻ്റെ അവസാന ഘട്ടത്തിലാണ്. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അവൻ്റെ റൂഹ് പിടിക്കാനിരിക്കുന്ന സമയമാണ്. വേളയിൽ അവൻ്റെ അരികത്ത് നിന്നുകൊണ്ട് യാസീൻ ഓതിയാൽ ഉപകാരപ്രദമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം. മഅഖൽ ബിനു യാസിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് ആരെങ്കിലും യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. അതിനാൽ മരണം ആസന്നമായവരുടെ അടുത്ത് വെച്ച് നിങ്ങൾ യാസീൻ ഓതിക്കൊള്ളുക എന്ന് ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരണമാസന്നമായവരുടെ അടുത്ത് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് യാസീൻ ഓതിയാൽ അവനിക്കെന്താണ്, മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അവനിക്ക് പൊറുക്കപ്പെടുമെന്നാണ്. ഇത് ബൈഹഖി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിന്. രാവിലെ യാസീൻ ഓതുന്നത് പോലെ തന്നെയാണ് രാത്രിയിലും ഇത് ഓതിയാൽ വളരെയധികം നേട്ടങ്ങളാണ് നമുക്ക് കിട്ടാനുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും എല്ലാ രാത്രിയിലും യാസീൻ ഓതുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, വല്ലവനും ആരെങ്കിലും എല്ലാ രാത്രിയിലും യാസീൻ ഓതുകയാണെങ്കിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇത് വെള്ളിയാഴ്ച രാവിലാണെങ്കിൽ നിശ്ചയം പാപരഹിതനായി, അവൻ്റെ പാപങ്ങൾ പൊറുത്തവനായി അവൻ പ്രഭാതം കാണുകയെന്ന് ബൈഹഖി ഇമാം നിവേദനം ചെയ്യുന്നു. ഇവക്കെല്ലാം പുറമെ ഇശാ മഗ്‌രിബിന് ഇടയിലും പ്രഭാതത്തിലും ഖുർആൻ പാരായണം ചെയ്യൽ വളരെയധികം സുന്നത്തായ കാര്യമാണ്. ഏതെങ്കിലും മനുഷ്യൻ നിസ്കാരങ്ങൾക്ക് ശേഷം അല്പം ഖുർആൻ പാരായണം ശീലിക്കുകയാണെങ്കിൽ അവനത് വളരെ ഗുണകരമായിരിക്കും. നോക്കിയോതാ സമയം കിട്ടാത്ത അവസരത്തിൽ പഠിച്ചു വെച്ച യാസീനും മറ്റു സൂറത്തുകളും ഉരുവിടാൻ. എന്നാൽ മാനസിക പ്രയാസങ്ങൾ ആത്മനിവൃത്തിയോടെയും രാപ്പകലുകളെ അവന് സ്വാഗതം ചെയ്യാം എന്നു മാത്രമല്ല, നാളെ കനത്ത ഒരു നിധിയായി അവനക്ക് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. ആരെങ്കിലും ഇശാ മഗ്‌രിബിന് ഇടയിൽ യാസീൻ ഓതിയാൽ ഖുർആൻ പാരായണം ചെയ്യൽ വളരെ അധികം സുന്നത്തായ കാര്യമാണ്. എല്ലാ നിസ്കാരശേഷവും അല്പം ഖുർആൻ പാരായണവും ശീലിക്കുക. ഇതൊക്കെ ഒരു ദിവസം അവനിക്ക് സന്തോഷവും ആത്മനിവൃത്തിയും ലഭിക്കും. രാപ്പകലുകളെ അവന് നല്ല നിലയ്ക്ക് സന്തോഷകരമായി രാപ്പകലുകൾ അവനിക്ക് കഴിഞ്ഞു പോകാം. നാളെ മരിച്ചു ചെന്നാൽ ഒരു നിധിയായി അവന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും അവൻ ചെയ്ത ഈ അമലുകളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കൊക്കെ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് വസിയത്ത് ചെയ്യുന്നത്. എല്ലാവരും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. ഇതൊക്കെ പരിശുദ്ധമായിരിക്കുന്ന ഹദീസുകളിൽ ഒക്കെ വന്ന
കാര്യങ്ങളാണ്. തോന്നിയ മാതിരി പറയല്ല, ഞാൻ കിതാബിൽ നോക്കിയാണ്ട് പറയാണ്. സ്വന്തം ഇഷ്ടത്തിന് അഭിപ്രായം വിളിച്ച് പറയല്ല. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെയാണ് ഇന്ന് കാലാവസ്ഥയുടെ മഴക്കാലമാണ്. പല ആളുകൾക്കും കുട്ടികൾക്കൊക്കെ ജലദോഷവും പനിയും ഒക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെറിയ ഒരു സൂറത്ത് പറഞ്ഞു തരാം. നല്ല പനി ഒക്കെ ഉണ്ടെങ്കിൽ ഈ സൂറത്ത് ഓതിക്കൊണ്ട് മന്ത്രിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓതിപ്പിക്കുക. അവൻ്റെ അസുഖം ശിഫയാകും. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്ന സൂറത്ത് ചെറിയൊരു സൂറത്താണ്. അതിനെ പാരായണം ചെയ്യുക, എന്നിട്ട് ഓതുക. അതുപോലെ തലവേദന ഉണ്ടെങ്കിൽ അസർ നിസ്കാര ശേഷം ഓതിക്കൊണ്ട് മന്ത്രിക്കുക. ഓതിയാലൊക്കെ അതൊക്കെ ശിഫയായി കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ 21 പ്രാവശ്യം ദിവസവും ഓതി വന്നാൽ അവൻ്റെ ശത്രുവിൽ നിന്നും രക്ഷ കിട്ടും. അതുപോലെ സൂറത്തുൽ ഖുറൈശ് ലഇലാഫി ഖുറൈശ് എന്ന സൂറത്ത് ആഹാരത്തിലൂടെയുള്ള ദോഷം മാറാൻ, ലഇലാഫി ഖുറൈശ് എന്ന സൂറത്തിനെ നിത്യേന ഓതിയാൽ ആഹാരത്തിലൂടെയുള്ള ദോഷം, കൈവശം, അതുപോലെ ഭക്ഷണത്തിലുണ്ടാവുന്ന എന്തൊക്കെയാണോ പ്രശ്നങ്ങൾ അതെല്ലാം മാറിക്കിട്ടുമെന്ന് പരിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഇൻഷാ അല്ലാഹ് ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കുക, പരമാവധി ചെല്ലുക, ഓതിക്കൊണ്ട് ഒക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു എനിക്കും നിങ്ങൾക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി തീർക്കുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യണമെന്നും നിങ്ങൾക്കൊക്കെ എൻ്റെ ദുആയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമെന്നും വസിയത്ത് ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയല്ല. ഇൻഷാ അല്ലാഹ് സ്നേഹത്തോടെ അതൊക്കെ നിങ്ങൾ ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ പുണ്യമുള്ളൊരു കർമ്മമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സദക്കയായിക്കൊണ്ട് നിങ്ങളെന്താണ് അതിനെ സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതൊക്കെ അല്ലാഹു സ്വാലിഹത്തായ അമലാക്കട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. അവിടെയൊക്കെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗീയ പദവികൾ അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ രോഗങ്ങൾ, കടങ്ങൾ, പ്രയാസങ്ങൾ, മാനസികമായ വിഷമങ്ങൾ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ആ പ്രശ്നങ്ങളെല്ലാം അല്ലാഹു പരിഹരിച്ചു തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാണല്ലോ. അവൻ എല്ലാത്തിനും ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊക്കെ ഒരു സമയമുണ്ട്, അല്ലാഹു കണക്കാക്കിയൊരു സമയം. ആ സമയം എത്തുമ്പോൾ എല്ലാം അവൻ നമുക്ക് കൈ നിറച്ച് നമുക്ക് തരും ഇൻഷാ അല്ലാഹ്. പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക. എപ്പോഴും ദുആ ചെയ്യുക. ദുആ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. എപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഓരോ പരീക്ഷണങ്ങൾ തരുന്നതും അവനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുവാൻ വേണ്ടിയാണ്.